ഞാൻ ഈ ക്ഷേത്രത്തിൽ ചെന്ന് അമ്പലത്തിന് പുറക്കെ ചെന്നപ്പോൾ കാണാം നല്ലൊരു സാധനം അവിടെ കിടക്കുന്നു. അവിടെ തൊഴുതിട്ട് ഞാൻ പേടിച്ചുപോയി. അപ്പം അവിടെ കിടക്കുന്ന കണ്ടിട്ട് നാഹരുടെ തൊഴാൻ വന്നപ്പോഴും നാഹരുടെ അവിടുന്ന് ഒന്നുമില്ല, കണ്ണടച്ച് തൊഴുതുകൊണ്ടിരുന്ന കണ്ണുറങ്ങുമ്പോൾ കാണാം ഇങ്ങനെ എഴഞ്ഞു പോകുന്നു വേറെ. എന്നിട്ട് ഇത് ഷോർട്ട് കട്ട്, ഞാനിക്ക് വീട്ടിൽ വരാൻ ബസ് കയറാനായിട്ട് ഷോർട്ട് കട്ട് ഒരു വഴിയുണ്ട് ഈ കലങ്ങിന്റെ അടുത്ത് തുടങ്ങുന്നിടം മുതൽ റോഡ് വരെ എന്റെ നാഹത്തന്മാരെ എനിക്കറിയില്ല എത്ര പാമ്പിനെ ഞാൻ കണ്ടെന്നറിയും. അവസാനം ഞാൻ വീട്ടിൽ ബസ് ഇറങ്ങി വീട്ടിലോട്ട് വരുന്ന വഴിക്ക് 4 എണ്ണത്തിനെ കണ്ടു. എന്റെ വീട്ടിൽ വന്നപ്പോ കാണാം ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു, ഒന്ന് ഓടി വരണേ എന്തുവാ 8 അടി മൂർക്കൻ ഒന്ന് അടിച്ചു പോലെ. ഞാൻ ചെന്ന് ഇങ്ങനെ നോക്കിപ്പോ കാണാം തലയും പൊക്കി നിൽക്കുക. ഞാൻ പോയില്ല, അത് വന്ന് ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്ത് വന്ന് പുറത്തേക്ക് കയറി. അതിനുശേഷം ഇങ്ങോട്ട് പിന്നെ നാഹങ്ങളുടെ കാണൽ ഇതൊരു ഭയങ്കര ഒരു സംഭവമായി മാറി. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് പിന്നെ ഞങ്ങളുടെ അടുത്ത പുരയിടം കാലിപ്പുരയിടം ഇവിടെ ഏറ്റവും അത്ഭുതപരമായ സംഭവം കരിനാഹ രൂപം, മനുഷ്യരൂപം, കരിനാഹം. മുകളിൽ കരിനാഹമാണ്, ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. ഞാൻ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ കണ്ട് ഭയങ്കര വണ്ണം കരിനാഹം ഞാൻ കണ്ടു. ഇതെന്റെ ഭാര്യയെ മോളെന്ന് കാണിക്കാന്ന് പറഞ്ഞ ഞാൻ, അതായത് ഒരു തെങ്ങിന്റെ എന്തോ അനക്കം കേട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതാണ് കണ്ട കാട്ടിൽ. അപ്പോഴ ഞാനൊരു തെങ്ങിന്റെ ഒരു കൊതയിൽ ഇങ്ങനെ കാല് വെച്ചിട്ട് നോക്കിയപ്പോൾ ഇത് കാണും. ഞാൻ ഒന്ന് ഇറങ്ങി തൊട്ടടുത്ത് വീടിന്റെ വാതിലിലെ തെങ്ങിയാണ്. ഞാൻ എൻ്റെ ഭാര്യ എന്തോന്ന് വിളിച്ചില്ല, അതിനെ വിളിക്കാനായിട്ട് പോയപ്പോ ഞാൻ നോക്കിയപ്പോ ഇത് അപ്രത്യക്ഷമായി. എഴഞ്ഞു പോയി ഒന്നുമല്ല, അപ്രത്യക്ഷമായി. എന്റെ കണ്ണുമുമ്പിൽ കണ്ട കാര്യം അപ്രത്യക്ഷമായി. നാഹരൂപം, വെറും നാഹമല്ല. ഒരു ദിവസം ഞാൻ തൊഴാനായിട്ട് പൂജാമുറിലോട്ട് കയറാൻ എന്റെ മനസ്സ് പറഞ്ഞ്, രാത്രി തൊഴാനായിട്ട് വന്നപ്പോഴേ എന്റെ മനസ്സ് പറഞ്ഞ് ടോർച്ച് ലൈറ്റ് കൂടെ എടുത്തോളാം. അങ്ങനെ ഞാൻ ടോർച്ച് ലൈറ്റ് എടുത്തുകൊണ്ട് വന്നപ്പോ കാണാം ഒരു നല്ലൊരു മൂർഖൻ എഴഞ്ഞിങ്ങനെ വീട്ടിനകത്ത് പൂജ വയ്ക്കുന്ന എഴഞ്ഞ് ഇങ്ങോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഒരു കൊച്ചുങ്ങളെ കടിച്ചെന്ന് മാറുന്നൊരു പാമ്പുണ്ടല്ലോ, പകുതി വെള്ള പകുതി കറുപ്പൊക്കെ ഉള്ള. അപ്പൊ അങ്ങനെ ഒരെണ്ണം ഒരു ദിവസം ഞാൻ ബാത്റൂമിൽ, അപ്പൊ അതിന് കൂട്ടുപോയി പുറത്താണ് പോയി നിന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം മുകളിൽ കാണാം കട്ടലയുടെ മുകളിൽ നിന്ന് എന്റെ തലയിൽ വന്ന് ഇങ്ങനെ തട്ടുന്നു. നോക്കിയപ്പോ ഇങ്ങനെ കിടക്കുക ചെയ്തിട്ടുണ്ട് എന്റെ തലയിലെടുത്ത് ഉടനെ കിടക്കുകയാണ്. അങ്ങനെ ആൾക്ക് പാമ്പിനെ കാണണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്ന് തൊട്ടിട്ട് നോക്കിയാൽ അപ്പൊ പാമ്പിനെ കാണും. അവസാനം ഗതികെട്ട് സഹികെട്ട് എവിടെ നോക്കിയാലും പാമ്പ്, എങ്ങോട്ട് തിരിഞ്ഞാലും പോവാം.